പ്രിയ ബഹുമാനപ്പെട്ട പ്രൊഫഷണൽച്ചന്മാരെ, കൂടപ്പിറപ്പുകളെ, സിസ്റ്റേഴ്സ്, പ്രിയ വിദ്യാർത്ഥികളെ, വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്റ്റ് കോളേജിൽ സെൻഡ് ഓഫ് മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ആരംഭം പ്രാർത്ഥനാഗാനത്തോടുകൂടി തുടങ്ങി. പിന്നെ സ്വാഗത പ്രസംഗമായിരുന്നു. സ്വാഗത പ്രസംഗം കഴിഞ്ഞപ്പോൾ ആർക്കാണോ സെൻഡ് ഓഫ് കൊടുക്കുന്നു ആ വ്യക്തി വന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം പറഞ്ഞു. അതൊരു പ്രമാദമായി തീർന്നു. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി അത് ശരിയാണെന്ന്. എന്തോരം നേരെ ഇരിക്കുന്നേ ബിഷപ്പാണ് ചെല്ലുപോയി. ഇനി ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? എങ്കിലും പനിക്കടച്ചേറ്റു എനിക്ക് വിഷമായി. അദ്ദേഹം പോയാവോ, എൻ്റെ പ്രൊഫഷണൽ കൂടിയാണ്. എങ്കിലും ഞാൻ ആ സംഘാടകൻ പറഞ്ഞു, വളരെ കുറച്ച് സംസാരിക്കാൻ പാടുള്ളൂ, കൂടുതൽ വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു പോയതാണ്. ക്ഷമിക്കണം, അതൊരു തമാശ കൂടി പറഞ്ഞത് മാത്രം. ഈ പോടിപ്പഴിയപ്പള്ളിയും ഞാനും തമ്മിൽ ഇത്രയധികം ഒരു ഹൃദയൈക്യമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായി. സാവൂളിന്റെ മകളായിട്ട്, എൻ്റെ മകളായിട്ട് ജോസ് പോളി അഭിനയിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. ഓർമ്മയുണ്ടാ? നിക്കോൾ, അല്ലെ? അതെ. അതിനുശേഷം ഹെൻറി എട്ടാമന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചതാണ് തോന്നുന്നത്. ഇറ്റ്സ് എ റിയാലിറ്റി. പിന്നെ തോമസ് മൂറിന്റെ മകളായിട്ട് ആയിക്കോട്ടെ, അവൻ ആഗ്രഹിച്ചുകൊണ്ടെന്ന് ആഗ്രഹിക്കുന്നതിന്റെ പോയി പറഞ്ഞു. ഞങ്ങളുടെ ആദ്യത്തെ പുസ്തകം പോലെ എഴുതി, രണ്ടാമത്തെ പുസ്തകം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയോ ഞാൻ സാജുച്ചിനോട് ഷെയർ ചെയ്തു. സാജുച്ചൻ അത് സീരിയസ് ആക്കി എടുത്തു. സാജുച്ചന്റെ അടുത്ത് കളിവിളയാട്ടം പറ്റില്ലെന്ന് എനിക്ക് പണ്ടേ അറിയാം. കുത്തും കോമയുടെ ആളാണ്. അവിടെ ഇട്ട് എന്നെ വലപ്പിച്ച് കളഞ്ഞു. പക്ഷേ എനിവേ അവസാനം അതിന്റെ ഒരു പരിസമാപ്തിയിലെത്തി. സന്തോഷം. ഞാൻ സിസ്റ്റേഴ്സ് വിഷമുണ്ടാവരുത് കേട്ടാ. ഞാൻ കാട്ടുകച്ചെറിയിലെ കുർബാന ചെല്ലാൻ പോയി. അവിടെ വയസ്സായിട്ടുള്ള സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, സീംസിക്കാരാ. അതൊരു വയസ്സായ സിസ്റ്റർ കാപ്പി കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നേ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സഭയില് തലയിലൊന്നും മുടിയില്ലാത്ത ഒരു അച്ഛനുണ്ടായിരുന്നു. അദ്ദേഹം ഞെക്കോസോ, അതെ ഇങ്ങോട്ടുണ്ടാവും, അവിടെ മഠത്തില് ധ്യാനിപ്പിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ? ഇതാണ് എന്നോടുള്ള ചോദ്യം. ബാക്ക്ഗ്രൗണ്ട് വേണ്ട. ഞാൻ ഈ തലയില് മുടി, എന്റെ മുടി തന്നെ പോയിക്കൊണ്ടിരിക്കുക. തലയില് മുടിന്റെ അച്ഛൻ തപ്പി 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 ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു. ഓ മാള, അങ്ങനെ ഡൻസ്റ്റൺ എന്ന് പറയുന്ന അച്ഛനാണ്. അതെ, ആ അച്ഛനെ ഞങ്ങൾ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഹൃദയസ്തംഭനം വന്നില്ല. ഡൻസ്റ്റൺ ധ്യാനിപ്പിച്ചിട്ടുണ്ടെന്നാ. എന്നിട്ട് ആ സിസ്റ്റർ പറഞ്ഞ ഇത്ര മാത്ര, പല വൈദികരെയും ചോദിച്ചിട്ട് ആരും സന്നദ്ധമല്ലാത്തൊരവസ്ഥയിൽ പ്രിയോരച്ഛൻ ഡൻസ്റ്റൺ അച്ഛനെ ധ്യാനിപ്പിക്കാനായിട്ട് ഈ മഠത്തിലേക്ക് വിട്ടു. എനിക്ക് തോന്നുന്നു അമ്മ 5 ദിവസത്തെ ധ്യാനമാണോ 3 ദിവസത്തെ ധ്യാനമോ ഡീറ്റെയിൽസ് ഞാൻ പോയില്ല. എന്തിനായാലും ആദ്യത്തെ ടോക്ക് തുടങ്ങി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ സ്റ്റോക്ക് തീർന്നു, പോയിന്റ്സ് കഴിഞ്ഞു, ഇനി നിങ്ങൾ തന്നെ ധ്യാനിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അവരെന്ത് വിചാരിച്ചു, അടുത്ത ടോക്കിനെ ടോക്കാക്കി കൊണ്ടിരുന്നു വിചാരിച്ചു. അടുത്ത ടോക്കിലും ഇത് തന്നെ. അങ്ങനെ 3-5 ദിവസത്തെ ഒരു വലിയ ധ്യാനം അവിടെ കഴിഞ്ഞു. എന്നിട്ട് ആ സിസ്റ്റർ ഏറ്റവും അവസാനം പറഞ്ഞൊരു വാചകമാണ് എനിക്ക് ഹൃദയത്തിൽ സ്പർശിച്ചത്. ഞാൻ അതിനുശേഷം ഒത്തിരി ധ്യാനങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട്, കരിസ്മാറ്റിക് ആയിട്ടും അല്ലാത്തതുമായിട്ട് ധ്യാനങ്ങൾ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ ആ അച്ഛന്റെ ധ്യാനത്തിന്റെ പോയിന്റ്സ് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഏറ്റവും സുന്ദരമായി കണ്ടത് അതാണ്. ഡൻസ്റ്റൺ ഞങ്ങളോട് ഒരു
തമാശ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ടെൻഷനിച്ചിട്ട് തമാശ പറയുന്ന ആളൊക്കെ ഉണ്ടോ? നമ്മൾ വിചാരിക്കുന്ന സീരിയസ് ഈ ഇരിപ്പുള്ളതൊന്നും അല്ല കേട്ടോ. ദൈവം സീരിയസ് അല്ല. ചില സമയങ്ങളിൽ തമാശകളായിട്ട് പറയും. ഒരു മഠത്തിൽ ധ്യാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വിഷമം വിചാരിക്കുന്നുണ്ട്, ഇത് നിങ്ങളുടെ മഠമല്ല. അവിടെ ധ്യാനം കഴിഞ്ഞ് അദ്ദേഹത്തിന് നന്ദി പറയുന്ന അവസരം ആ സിസ്റ്റർ പറഞ്ഞത് ആത്മാർത്ഥി എന്ന് പറഞ്ഞാണ്, ഒരു ബഹുമാനപ്പെട്ട ഡെൻഷനിച്ച, ഇത്രയും ദിവസത്തെ ധ്യാനം മനോഹരമായിരിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിന് വളരെയധികം വെളിച്ചം നൽകി, ഞങ്ങളുടെ ജീവിതം ഇനി ഇതേപോലെ മുന്നോട്ട് പോകും, നന്നായി ഭംഗിയേക്കും എന്നൊക്കെ പറഞ്ഞു. ഏറ്റവും അവസാനത്തെ സെന്റൻസ് ഇങ്ങനെയായിരുന്നു സിസ്റ്റർ ആത്മാർത്ഥോട് പറഞ്ഞാണ്, ഇനി ആരെയും കിട്ടിയില്ലെങ്കിൽ അച്ഛനെ തന്നെ ഇനി വിളിക്കുന്നതായിരിക്കും. ഇത് ഡെൻഷനിച്ച ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ മാളയിലെ സിസ്റ്റർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ സിസ്റ്റർ ആയിരിക്കും ഓർമ്മ നന്ദി പറഞ്ഞതെന്ന് എനിക്കൊരു ചിന്ത തോന്നി. ഇവളായിരിക്കും ഈ പരിപാടി ഒക്കെ ചെയ്തൊക്കെ. ഇനി ഇങ്ങനെ ഒരു സന്ദർഭം. ഇനി ചോറിനാൻ പോയില്ലേ, കുറച്ച് ഒന്ന് ലഘുവാക്കാൻ വെച്ചിട്ട് ഒക്കെ ടൈറ്റായിരുന്നു. ഓൺലൈനും ഔട്ട്ലൈനും എന്തെല്ലാം ലൈനുകളൊക്കെ പോണേ. പൊക്കോട്ടെ. ഇന്നിങ്ങോട്ട് പോരാനായിട്ട് സാഹചര്യം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചു ബസ്സിന് പോരാം. കാരണം ഡയനസ്റ്റനച്ചന്റെ എന്തെങ്കിലും ബാക്കി എന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. എന്ത് തന്നെയായാലും രാവിലെ ബസ് കയറി കഴിഞ്ഞാൽ തൃശ്ശൂർ വന്ന് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് ലേറ്റ് ആവുന്ന കാര്യം ഉറപ്പാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അതുപോട്ടെ. ഞാൻ പ്രിയോറിച്ചിനോട് പറഞ്ഞു, വെച്ചാൽ ഞാൻ ഇങ്ങനെ പോവാണ്. അവേ അച്ഛൻ ബസ്സിനൊന്നും പോണ്ട, ഇവിടെ കാറാറണ ഓർമ്മത്തിൽ പോയി. അങ്ങനെ നല്ലൊരു കാറിൽ ഞാൻ വന്നുട്ടാ. അപ്പൊ അത് പൊളിഞ്ഞു. ഡയനസ്റ്റനെ അനുകരിക്കാൻ നോക്കിയിരുന്ന ആകെ കൂടി ഇപ്പൊ ബാക്കിയുള്ളത് വാറ് ചെരുപ്പ് മാത്രമാണ്. അത് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും കാണണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അദ്ദേഹം ഉപയോഗിച്ചത് ട്രാൻസ്ഫർ വരുന്ന സമയത്തെങ്ങാണ്ട് തോന്നും ഇതിട്ടിട്ട് പോണാണ്ടുണ്ട്. ജീവിതത്തിൽ ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, 10 ജോഡി ചെരുപ്പ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. പിന്നെ ഓരോന്നും മുറികളൊക്കെ ഉള്ളതൊക്കെ ഞാൻ ഇന്നിപ്പോ ഡയനസ്റ്റനോട് ഞാൻ ഒന്നും ചോദിക്കില്ല. കാരണം 60 വയസ്സുള്ള കാലഘട്ടം ഇതേപോലെ ബർത്ത്ഡേക്ക് ഞങ്ങളൊരു സമ്മാനം ചോദിച്ചു. അന്ന് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ഓർമ്മയുണ്ട്. സമ്പാളൂര് കുളിക്കാൻ പോകാനാണ് ചോദിച്ചത്. അതിന് അദ്ദേഹം സമ്മാനം എന്താണെന്നറിയാവോ? 60 വാഴ കുഴി കുത്തി വെക്കാൻ. ഇന്ന് ഞാൻ ചോദിച്ചാൽ 100 വാഴയാവും. വേണ്ട, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വാഴ കുത്തേണ്ടി വരും. അപ്പൊ ഡയനസ്റ്റനെ ഞാൻ ചോദിക്കുന്നില്ല, നമ്മൾ വിട്ടു കളഞ്ഞത്. അദ്ദേഹം 60 വർഷത്തിന് മുമ്പ് ഇതേ ദിവസം എന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾ ഘോഷം വെച്ചപ്പോൾ ഞങ്ങൾക്ക് തന്ന സമ്മാനം ഇതാണ്. സമയം കിട്ടുന്നില്ല. പക്ഷേ എന്നോടും നിങ്ങളോടുമായി ഒരു കാര്യം മാത്രം. ആരോ പറയണം കുറെ പോയിന്റ് കൊണ്ടുവന്നുണ്ട്, പക്ഷെ ഒരെണ്ണം മാത്രം. 1182 ചരിത്രം, ഫ്രാൻസിസ് അസീസി ഒരു ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ടായി. Rebuild my church, as you can see, it is in ruins. എന്റെ ദേവാലയം പുനരുദ്ധരിക്കുക, അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിസ് അസീസി എന്ന് വിചാരിച്ചു തൊട്ടടുത്തുള്ള ഒരു ദേവാലയം പൊട്ടിപ്പൊളഞ്ഞു കിടക്കുന്നുണ്ട്. കൂട്ടുകാരന്മാരെയൊക്കെ വിളിച്ചു വരുത്തി അതൊക്കെ പുനരുദ്ധരിച്ചു. എന്നിട്ടും ഫ്രാൻസിസ് അസീസി പ്രാർത്ഥിക്കുവാൻ പോയപ്പോൾ വീണ്ടും ഈ ശബ്ദം തന്നെയായിരുന്നു കേട്ടത്. അപ്പോഴാണ് ഫ്രാൻസിസ് അസീസിക്ക് മനസ്സിലായത്, അദ്ദേഹം ദൈവം പറഞ്ഞത് ദേവാലയമല്ല, സഭയെ കുറിച്ചായിരുന്നു. അതിനുശേഷം ചരിത്രത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഹി എംബ്രേസസ് സിംപ്ലിസിറ്റി, പോവർട്ടി, പ്രയർ, മേഴ്സി എന്നൊക്കെയാണ്. എന്റെ ആശയം കഴിഞ്ഞു. പക്ഷേ ഞാൻ സാഹിത്യനോട് മുഖത്തേക്ക് ഒരു ചോദ്യം ചോദിക്കുന്നു. എന്തുകൊണ്ട് CMI സഭയ്ക്ക് പോവർട്ടി എന്ന് പറയുന്ന വ്രതമുണ്ട്? എല്ലാവരും ജീവിക്കുന്നത് ഈ ദാരിദ്ര്യ വ്രതത്തിന് അധിഷ്ഠിതമായി കൊണ്ടാണ്. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മറ്റു സ്ഥലത്തേക്ക് പോയി. വിപ്ലവകാരിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം.
വെരി സിമ്പിൾ ബട്ട് തീഷ്ണതയോടെ എന്നും സംസാരിച്ചപ്പോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പണ്ടത്തെ തീഷ്ണതയ്ക്ക് ഇപ്പൊ ഉണ്ട്. ഒരുപക്ഷെ പ്രേഷിത പ്രൊവിൻസിനെ കുറിച്ച് കഴിഞ്ഞ കൊല്ലങ്ങളിലെങ്കിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിലെങ്കിലും ഏറ്റവും കൂടുതൽ പ്രേഷിത പ്രവൃത്തി ചെയ്യുന്ന ഒരു പ്രൊവിൻസ് എന്ന സിനാക്സിസിൽ നിങ്ങളെ കുറിച്ച് ഡിസ്കഷൻ വന്നിട്ട് അതിന്റെ കാരണക്കാരൻ ഈ മനുഷ്യനാണ്. ചിന്തിച്ചു നോക്കൂ. ആകാശപ്പറവുകളും അതുപോലുള്ള പ്രേഷിത പ്രവർത്തനത്തിൽ നിങ്ങൾ മുതിരുന്നുണ്ട് എങ്കിൽ അതിന്റെ പുറകിൽ ഒരുപക്ഷെ ജോൺ പീറ്റർസൺ തന്നെ പറയും ഇന്റർ റിലീജിയസ് ഡയലോഗിന് പോലും ആ മനുഷ്യൻ തയ്യാറായിരുന്നു. അങ്ങനെ CMI സഭയിലെ പ്രേഷിത പ്രൊവിൻസിനെ അങ്ങോട്ട് മുകളിലേക്ക് കയറ്റി ഉയർത്തുന്ന ഈ മനുഷ്യൻ. യു ആർ പ്രൗഡ് ഓഫ് ഇറ്റ്? യെസ് ഓർ നോ? യെസ്. എന്താ നിങ്ങൾക്ക് പറയാൻ വേണ്ടി കുറച്ച് കുറയുണ്ട് ഇപ്പല്ലേ? സഹിച്ചാൽ ഞാൻ പോകാം. ടിക്കറ്റ് ഇറങ്ങണ്ട. CMI സഭയുടെ ഫ്രാൻസിസ് അസീസിയാണ് ഡൽസ്റ്ററിച്ചൻ. ഓരോ സഭകളെയും പുനരുദ്ധരിക്കുവാൻ വേണ്ടി ഓരോ കാലഘട്ടത്തിലും വന്നതിന് ഏറ്റവും മുൻപന്തിയില് ദാരിദ്ര്യത്തെ അനുഷ്ഠിച്ചിരുന്നവരല്ല, ദാരിദ്ര്യം ജീവിച്ചവരല്ല, ദാരിദ്ര്യത്തെ സ്നേഹിച്ചവരാണ് ഡൽസ്റ്ററിച്ചൻ. അനുഷ്ഠിക്കലാണ് നമ്മൾ ഇന്ന് ദാരിദ്ര്യാനുഷ്ഠാനം. ദരിദ്രനായിട്ട് ജീവിക്കുക അതല്ല, ദാരിദ്ര്യം സ്നേഹിച്ചിരുന്നു. സോ വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി ബിഫോർ അസ്. നമ്മുടെ മുന്നിൽ ഉത്തരവാദിത്വമുണ്ട്. CMI സഭയുടെ മുന്നില് പ്രേക്ഷിത പ്രൊവിൻസ് മുന്നിൽ നിന്നുകൊണ്ട് ദാരിദ്ര്യം എന്ന് പറയുന്നത് അനുഷ്ഠിക്കുന്നു മാത്രമല്ല ജീവിക്കലും സ്നേഹിക്കലുമാണെന്ന് കാണിച്ചു കൊടുക്കുവാനും ഇതേപോലുള്ള സിംപ്ലിസിറ്റി അനുഭവിക്കാൻ വേണ്ടിയിട്ട് സഭയുടെ പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ് ഈ ബിഷപ്പ് പോലും പറഞ്ഞത്. ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? പ്രത്യേകമായ അനുവാദം വാങ്ങിച്ച് ഈ രണ്ടുപേര് പ്രത്യേകമായ അനുവാദം വെച്ച് സ്ഥാപിച്ചിറങ്ങുന്ന രണ്ടുപേര് പുറത്തേക്ക് ഇറങ്ങി, സഭയുടെ പുറത്തേക്കല്ല, നമ്മുടെ ചട്ടക്കൂടിൽ നിന്ന് സ്വല്പം പുറത്തേക്ക് നോക്കി ഇറങ്ങി ജീവിച്ചു അവര്. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു വലിയ വിപ്ലവം ഉണ്ടായിരുന്നു സഭയുടെ മുന്നിൽ കാണിക്കുവാൻ വേണ്ടിയിട്ട്. അത് പിന്തുടരുവാൻ ദൈവം എന്നെയും നിങ്ങളെയും അനുവദിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എന്റെ വാക്ക്